ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ, അതായത് അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മിത്ര ദേവമംഗലത്ത് പോകുമെന്നുള്ളത് ആര്യന്റെ അതായത് ആര്യം വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം രാത്രി മിത്ര പറഞ്ഞിരുന്നല്ലോ, എന്റെ അച്ഛനാ വരും, എന്റെ വിഷമം അറിഞ്ഞാൽ എന്റെ അച്ഛൻ വരുമ്പോൾ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ പിറ്റേ ദിവസം തന്നെ ദേ വന്നിരിക്കുന്ന അനന്തനും നന്ദിതയും കൂടി നമ്മുടെ മിത്രനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ശരിക്കും വിചാരിക്കും ആര്യം പോവുകയാണെന്ന് തന്നെ. ശരിക്കും തമിഴിൽ അങ്ങനെ അവിടെ പോയി നിൽക്കുന്നുണ്ട്, ചെറുതായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് മിത്ര പോകുമായിരിക്കുന്നു. പക്ഷെ മിത്ര പോയിട്ടിരുന്നില്ല. മിത്ര തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് ആര്യനോട്, ഞാൻ പോകില്ല, ഞാൻ ഒരിക്കലും പോവില്ല, എന്നെ ഇനി മരണം വരെ ആര്യൻ സഹിച്ചേ പറ്റൂ എന്നൊക്കെ പറയണം. അപ്പൊ അത് കാണുമ്പോഴേക്കും ആര്യന് ഭയങ്കര സന്തോഷമാവാണ്. മിത്രനെ കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മിത്രക്കും ഭയങ്കര സന്തോഷമാവാണ്. അപ്പോ നമ്മുടെ കൃഷ്ണമംഗലത്തെ ആൾക്കാരുടെ എല്ലാ പ്രതീക്ഷയും തെറ്റിപ്പോയി. അത് മിത്ര വരും, അതോടുകൂടി തന്നെ അലോകിനെ പുറത്തിറക്കാമെന്നൊക്കെയാണ് അവര് വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതറിഞ്ഞ അച്യുതനും രാജശ്രീക്കും പിന്നെ ഒരു സമാധാനം ഈശ്വര, എന്റെ മോനിനെ ഞാൻ എങ്ങനെ പുറത്തിറക്കും, എന്റെ മോനില്ലാതെ ഞാൻ എങ്ങനെ പോകും, എന്റെ മോനില്ലാതെ ഞാൻ ജീവിക്കില്ല. രാജശ്രീ അമ്മയടുത്ത് പറയണ്ട, അമ്മേ ഞാൻ അമ്മക്കൊരു വാക്ക് തരാണ്, എന്റെ മോൻ വന്നില്ലെന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ മരണമായിരിക്കും. കൃഷ്ണമംഗലത്തെ മുറ്റത്ത് ചല്ലം മറ്റ് കിടക്കുന്ന എന്റെ മരണമായിരിക്കും, ശവമായിരിക്കും നിങ്ങൾ എല്ലാരും കാണാൻ പോണത്. നോക്കിക്കോ, എന്റെ മോനെ ജയിലിൽ കിടക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്കാകെ ഒരു മോനേ ഉള്ളൂ. അവനെ വേണ്ട ഞാനും അച്യുതേട്ടനും ഇത്രയും നാള് കാത്തിരുന്നത് ഞങ്ങളൊരു മോനെ വേണ്ട. അമ്മക്കറിയാലോ എത്ര നാള് കണ്ട് ഞങ്ങൾക്ക് അവനെ കിട്ടിയെന്നുള്ളത്. ശരിയാ, ഇപ്പത്തെ പിള്ളേരുടെ കുറച്ച് ഒരു മൈൻഡ് പൊട്ടത്തരവും കാര്യങ്ങളും എടുത്തുചാട്ടവും ഒക്കെ അവനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അവനാ പ്രായം അതല്ലേമേ, ഒന്ന് ക്ഷമിച്ചൂടെ അവർക്ക് എന്നൊക്കെ പറഞ്ഞു. എന്റെ മോൻ ഇല്ലെങ്കിൽ അതെ രാജശ്രീ മരിക്കുമെന്നാ പറഞ്ഞിരിക്കണത്. അപ്പൊ അതുപോലെ തന്നെ ഞാനും മരിക്കുമേ, എന്റെ മോനില്ലാതെ ഞാനില്ല എന്നൊക്കെ പറയണതൊക്കെ കേട്ട് നമ്മൾ മുത്തശ്ശിക്ക് തല കറങ്ങാട്ടെ. മുത്തശ്ശിക്ക് അല്ലെങ്കിൽ അലോകയോട് ചെറിയൊരു ഇഷ്ടം കൂടുതലുണ്ട്. തന്നെ കൊച്ചുമക്കൾ എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുമെന്നുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് എന്തോ ഒരു ഇഷ്ടം അലോകിനോടുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണമംഗലത്ത് ആണ് മുത്തശ്ശി ഉള്ളത്. അവിടെ ആദ്യം ഉണ്ടായത് നമ്മുടെ അലോകാണ്. അപ്പൊ അലോകിന്റെ ജനിച്ച് കയ്യിലേക്ക് വീണ് കിട്ടിയത് മുത്തശ്ശിയുടെ കൈകളിലേക്കാണ്. അപ്പൊ അപ്പം മുതൽ അലോക് എന്ന് പറഞ്ഞ മുത്തശ്ശിക്ക് വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തശ്ശിയും തീരുമാനിക്കുകയാണ്, അതെ അലോക് ഇല്ലാതെ താനും ജീവിക്കില്ല, ഇതെങ്ങനെയെങ്കിലും ഗോമതി എടുത്ത് പറഞ്ഞേ പറ്റൂ എന്ന് മുത്തശ്ശി വിചാരിച്ചിട്ട് നേരെ മതിലിന്റെ സൈഡിൽ പോയി നിൽക്കുകയാണ് ഗോമതിനെ കാണാൻ വേണ്ടിയിട്ട്. ഗോമതി ഭയങ്കര സന്തോഷത്തിലാട്ടോ, കാരണം മിത്രനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയി. മിത്ര പോയില്ല. അപ്പൊ അതിന്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടിൽ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഗോമതി പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ അമ്മേനെ കാണുന്നുണ്ട്. ആ അമ്മയെന്ന് പറഞ്ഞിട്ട് ഗോമതി വേഗം അടുത്തേക്ക് പോകണം. പക്ഷെ ഗോമതിയുടെ മനസ്സിൽ നന്നായിട്ട് അറിയാം അമ്മ ഇപ്പൊ തന്നെ കാണാൻ വന്നിരിക്കുന്നത് അലോകിനെ വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് ഗോമതിക്ക് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അമ്മേ എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോ, അതെ ദേവമംഗലത്തിലേക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ. പിന്നെ അല്ലാതെ എല്ലാരും ഭയങ്കര സന്തോഷത്തില്ല. സത്യമായിട്ട് മിത്ര അവിടേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ പേടിച്ചു പോയി അമ്മേ. ആ ദേവമംഗൽ സന്തോഷമാണെങ്കിൽ കൃഷ്ണമംഗലത്തിന് മരണത്തിന്റെ നാളുകളാ മോളെ. അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മേ രാവിലെ തുടങ്ങിയ വേണ്ടാത്ത വർത്താനം പറയല്ലേ. അല്ല, എനിക്ക് എന്തായാലും പ്രായമായി വരുമല്ലേ മോളെ, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മരണം എന്തായാലും സംഭവിക്കും. പക്ഷെ ആ മരണത്തിന് ഞാൻ വിളിച്ചു വരുത്താൻ വേണ്ടി പോവാ മോളെ. അമ്മ എന്തൊക്കെയാ അമ്മ പറയണത്? അതേ മോളെ, അലോകില്ലാതെ ഇവിടെ ഒരു സുഖമില്ല. രാജശ്രീനെ അറിയാലോ, ഭ്രാന്ത് പിടിച്ച പോലെ അവള് കാണിക്കണത്. ഇന്നലെ രാത്രി ഒന്നും അവൾ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. 2 ദിവസം കൊണ്ട് രാജശ്രീ ആകെ മെലിഞ്ഞുണങ്ങി ചുളുങ്ങി ചുക്കിടിയായി പോയി എന്നൊക്കെ പറയാണ്. അച്യുതന്റെ കാര്യം ഒന്നും പറയണ്ട, അവനാകെ മാറി മോളെ. എന്റെ മക്കളും മരുമക്കളും ഇല്ലാതെ എനിക്കിനി എന്ത് ജീവിതം? ഞാനും എന്റെ ജീവിതം അവസാനിപ്പിക്കും. അലോക് ഇല്ലാതെ എനിക്ക് പറ്റില്ല മക്കളെ. അലോകിനോട് ഒരു പ്രാവശ്യം ഒന്ന് ക്ഷമിക്കാൻ അനുവിനോടൊന്ന് പറയാവോ മോളെ? അയ്യോ അമ്മേ, അവൾ അനുഭവിച്ചതെന്ന് അമ്മ മറന്നുപോയോ? അത് മാത്രല്ല ദേവിമോള് കുഞ്ഞിന്റെ അവസ്ഥ അമ്മ മറന്നോ? എന്നെ കൊല്ലാൻ നോക്കിയത് അമ്മ മറന്നോ? മീനാക്ഷിനെ ജയിലിലിട്ടത് അമ്മ മറന്നോ? കുടുംബത്തിൽ കയറി എന്തൊക്കെ കോലാഹലം അവരുണ്ടാക്കിയത്, എന്റെ മോൾക്കുണ്ടായ നാണക്കേട്, അവള് കെട്ടാൻ വന്ന ജീവന്റെ വീട്ടുകാർക്കുണ്ടായ നാണക്കേട്, ഇതെല്ലാം അമ്മ മറന്നു അമ്മേ. മോളെ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞു. ഒരൊറ്റ അവസരം ഇനി ഒരിക്കലും അവൻ ദേവമംഗലത്തിന്റെ ദേവ എന്ന് പോലും വിളിക്കാതെ ഞാൻ നോക്കിക്കോളാം. അവനൊരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാക്കില്ല. ഒരു അവസരം അവനെ കൊടുക്കും മോളെ. അല്ലെങ്കിൽ രാജശ്രീയും അച്യുതനും മരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവര് മരണത്തിലേക്ക് വിട്ടുകൊടുത്ത് ഞാൻ ജീവനോട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയും അവിടെ നിന്ന് പോവാണ്. നമ്മുടെ ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ അമ്മ മരണപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. എന്റെ കൂടപ്പിറപ്പായ അച്യുതേട്ടൻ മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അവരുടെ കുടുംബം നശിഞ്ഞു പോണത് കാണാൻ എനിക്ക് വയ്യല്ലോ ഈശ്വര. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും 2 ആഴ്ച അനുഭവിക്കേണ്ടതൊക്കെ ആ ലോകം അനുഭവിച്ചല്ലോ. ഇനി ആ കേസ് ഒന്ന് പിൻവലിച്ചാലോ എന്ന് നമ്മുടെ ഗോമതിയുടെ മനസ്സിലും തോന്നി തുടങ്ങാണ്. പക്ഷെ ബാക്കി ആർക്കും അത് തോന്നുന്നില്ല കേട്ടോ. കാരണം ഗോമതിക്ക് ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാണ്. ഗോമതി അങ്ങനെ അനുവിനോട് പറഞ്ഞാലോ, ഈ കേസ് പിൻവലിക്കാമെന്ന രീതിയിൽ പറഞ്ഞാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഗോമതി.
അങ്ങനെ ഗോമതി ഈ കാര്യം ആദ്യം നമ്മുടെ ബാലനോടാണ് പറയണത്. എന്തായാലും ഇപ്പൊ 1-2 ആഴ്ചയായിട്ട് അവൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു. അവനെ എല്ലായിടത്തും ചീത്തപ്പേരായി. ഇനിയിപ്പൊ ഇതിൽ കൂടുതൽ എന്താ ബാലേട്ട, അവൻ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ മോൾ ഇനിയിപ്പോ ഇതിൽ ഇടപെടാൻ നിൽക്കൊന്നും വേണ്ട. അവൾക്ക് നല്ല ആലോചന വരികയാണെങ്കിൽ അവളെ കല്യാണം കഴിപ്പിച്ച് നമുക്ക് കൊടുക്കാം. അലോക് എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൊ നീ പറഞ്ഞിരുന്നത് എന്താ ഗോമതി, അലോകിനെ പുറത്തിറക്കണമെന്നാണോ? അങ്ങനെയല്ല ബാലേട്ട ഞാൻ പറഞ്ഞത്. അല്ല ഇനിയിപ്പൊ ജയിലിൽ കിടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു കാര്യമില്ലെന്ന്? നീ എന്തൊക്കെ പറഞ്ഞു ശരി ഗോമതി, അവനെ ജയിലിൽ നിന്ന് പുറത്താക്കണ ഒരു ഇതുമില്ല. എന്താ നിന്റെ അമ്മ ഒന്ന് നിന്റെ കാല് പിടിച്ചോ? അതാണ് നിന്റെ മനസ്സ് മാറ്റത്തിന് കാരണം. അയ്യോ എല്ലാ ബാലേട്ട എല്ലാ എന്തെല്ലാന്നാണെന്നുണ്ടെങ്കിലും ഞാൻ അലോകിനെ പുറത്തിറക്കാൻ സമ്മതിക്കില്ല. നീ നിന്റെ മോളുടെ മനസ്സ് മാറ്റിയിട്ടുണ്ടല്ലോ ഗോമതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ അനു കേൾക്കുന്നുണ്ട്. ഈശ്വര, തന്റെ ഒരു കേസ് കാരണം തന്റെ കുടുംബത്തിലും അപ്പുറത്തെ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളാണല്ലോ. ഇനിയിപ്പോ കോടതി കൂടുമ്പോ തന്റെ നയം മാറ്റിയാലോ എന്ന് അനുവും വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ച കാണാൻ പോണത്. അതേസമയം നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ തമിഴിലൊരു നല്ല റൊമാൻറ്റിക് ഭാഗമുണ്ട്. അപ്പൊ ആ ഭാഗം ഞാൻ പറയാൻ പോണ, കുറച്ച് നാളായാലും തമിഴിലെ ഭാഗം പറഞ്ഞിട്ട്. വേറൊന്നുമല്ല, നമ്മുടെ അലോകല്ല സോറി ആര്യന്റെയും മിത്രയുടെയും ഇനി ആദ്യ രാത്രിയാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ മിത്രക്ക് 15-ാം തീയതി ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോകണം. നമ്മുടെ ആര്യനാട്ടോ പോകുന്നത്. വഴിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ അച്യുതന്റെ ആൾക്കാരൊക്കെ മിത്രയുടെ ഈ ഒരു പോക്ക് മുടക്കാൻ വേണ്ടി ഇവരൊക്കെ ആക്സിഡന്റ് ഉണ്ടാക്കുക, ഇവരുടെ വണ്ടി പോയി തള്ളിയിടുക, ഇവർ ലോറിയിലൊക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ അവർക്ക് ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവരോട് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് നമ്മുടെ ആര്യന്റെയും മിത്രയുടെയും ആദ്യ രാത്രി നടക്കുന്ന കേട്ടോ. അപ്പോ അത് തമിഴിൽ വലിയൊരു എന്താ പറഞ്ഞ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടിയ ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ. അങ്ങനെ മിത്രനെ പിറ്റേ ദിവസം രാവിലെയാണ് ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു പോലീസ് ട്രെയിനിങ്ങിന്റെ സംഭവത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് മിത്രക്ക് പെട്ടത് സെലക്ഷൻ, അതായത് ഓൾറെഡി ഓക്കെ പോസിറ്റീവ് രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമാവാണ് ആര്യനും മിത്രക്കും. അപ്പൊ മിത്ര പറയുന്നുണ്ട് നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ആരെയും പറയണ്ടോ, ഇവിടെ നല്ല ക്ലൈമറ്റ് അല്ലേ, നല്ല തണുപ്പ്, പിന്നെ പുറത്തൊക്കെ കാഴ്ച കാണാൻ ഒത്തിരി ഉണ്ടോ, നമുക്ക് ഒരു ദിവസം കൂടി നിന്നാലോ? അയ്യോ അങ്കിള്, പിന്നെ അച്ഛൻ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമോ, ഞാൻ വേണമെങ്കിൽ അച്ഛനോട് അനുവാദം ചോദിക്കാം. ഹലോ അച്ഛ, എന്താണ് മോനെ കാര്യങ്ങളൊക്കെ നടന്നോ? നടന്നു അച്ഛാ. അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. എന്താണ് മോനെ? അതെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ അച്ഛാ? അപ്പൊ തന്നെ ബാലന്റെ കാര്യം മനസ്സിലായി, കുറച്ച് റൊമാൻസ് കാര്യങ്ങളൊക്കെ ആണെന്നോ. അതിനെന്താ 2 ദിവസം നിന്നോ, അതിനിപ്പോ എന്താ 2-3 ദിവസം നിന്നോ, ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോഴേക്കും മിത്ര പണ്ട് ഈ ആരിന്റെ ഒരു കാര്യം അങ്കിളും അപ്പച്ചയൊക്കെ തെറ്റിദ്ധരിച്ചു കാണും. എന്ത് തെറ്റിദ്ധരിച്ചും, അവർ ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ 2 ദിവസം അവിടെ അടിച്ചു വിളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നമ്മുടെ ആര്യനും മിത്രയും കൂടി കേട്ടോ. അങ്ങനെ ആ മിത്ര ഇങ്ങനെ രാവിലെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇങ്ങനെ തലമുടി ഇങ്ങനെ വെള്ളം ഉണ്ടാവല്ലോ, അതിങ്ങനെ തോർത്തുന്ന സമയത്ത് ആ തലമുടിയിലെ വെള്ളം നമ്മുടെ ആര്യന്റെ മുഖത്തേക്ക് വീഴാണ്. അങ്ങനെയാണ് അവരുടെ റൊമാൻസ് തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ അവരുടെ ആദ്യരാത്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഗോമതിയും അതുപോലെ മീനാക്ഷിയൊക്കെ അവരെ ആക്കുന്നൊക്കെ കേട്ടോ. കൊള്ളാം നിങ്ങൾ അവിടെ പോയത് പോലീസ് ട്രെയിനിങ്ങിനാണോ അതോ ഹണിമൂൺ ആഘോഷിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗോമതിയും മീനാക്ഷിയും വേണം എന്തായാലും ഒരു കാര്യം ഉറപ്പായി, രണ്ടുപേരും നന്നായിട്ട് ഇട്ടുണ്ട്. കാരണം രണ്ടുപേരും നമ്മൾ എന്തെങ്കിലും പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പൊ ആ ഒരു ഭാഗമായിരിക്കും നമുക്ക് മിക്കവാറും ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.